ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പൊ ഈ യാത്രയുടെ ഇടയിൽ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ചില കാഴ്ചകൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നതാവും, ചില കാഴ്ചകൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാവും, ചില കാഴ്ചകൾ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഇത് മൂന്നും ചേർന്നിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പൊ എന്തായാലും എന്താ പറയാ, ഉച്ചയോടൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അടുത്ത വാടക എടുക്കാൻ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പൊ മുന്നും ഞാൻ അദ്ദേഹത്തെ അറിയാവുന്ന ഒരാളാണ്. ആൾക്കൊക്കെ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ കാഴ്ച എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അത് തന്നെയല്ല, ആളെ വന്നിട്ടുള്ളത് ഈ ചെറിയ കല വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി. മണിയുണ്ട, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് വിശേഷം? നല്ല വിശേഷം. ഞാനിവിടെ ഒരു കാഴ്ച കണ്ടു. അതെ, ഞാൻ ആദ്യം ഈ മൈക്കൊന്ന് കുത്തട്ടെ. കുത്തി ഇത് ഈ ഒരു കാഴ്ചയായി മണികണ്ഠൻ ചെയ്യുമ്പോഴേ അതിലൊരുപാട് പ്രത്യേകതയുണ്ട്. കാരണം മണികണ്ഠൻ ചെയ്യുമ്പോ മറ്റുള്ള എന്നെ പോലുള്ള ആളുകളൊക്കെ ഇത് കാണുമ്പോഴേ ഇതിപ്പോ എന്നാ തുടങ്ങിയ പരിപാടി? അത് വേണ്ട, പറഞ്ഞോ. ഈ പരിപാടി തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ഇതിനു മുന്നേ ആമ്പല്ലൂര് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്തിട്ടാന്ന് വെച്ചാലേ ചേട്ടാ, ഉദ്ദേശം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വയനാട്ടിൽ ഭയങ്കര ദുരിതങ്ങളൊക്കെ അനുഭവിക്കാണല്ലോ. ഒരുപാട് ദുരിതം അവിടത്തുള്ള ജനങ്ങൾ അനുഭവിക്കാണ്. അപ്പൊ അത് കാരണം എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം, അതായത് എന്നെ കൊണ്ടാവുന്നത്, ഒരു ബ്ലൈൻഡ് ആണ് ഞാൻ എങ്കിലും ബ്ലൈൻഡുകൾക്കും എന്താ പറയാ, നമ്മുടെ സമൂഹത്തിനെ സഹായിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അവരെ സഹായിക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിപ്പോ ഇതിനു മുന്നേ ആമ്പല്ലൂർ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. അതില് നല്ല കളക്ഷനൊക്കെ കിട്ടി. അപ്പൊ ഇതിപ്പോ രണ്ടാമത്തെ പരിപാടിയാണ്. അപ്പൊ ഇന്ന് വടക്കേശാന്റെ അടിസ്ഥാനം അല്ലേ? അതെ അതെ. അപ്പൊ ഇതിങ്ങനെ ഓരോ ദിവസം മാറി ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ, വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജോബ് ചേട്ടനെ ഇപ്പൊ ഇവിടെ ഒരിക്കലും സത്യം പറഞ്ഞ എനിക്ക് ഒരു പറയാം. അങ്ങനെയൊന്നുമില്ല. അതെ, ഞാൻ പറയും എല്ലാ ദിവസം വണ്ടി ഓടാനും വരാൻ പറ്റാറില്ല. എന്നാലും വരുന്ന സമയത്തൊക്കെ ഇന്ന് എനിക്കും അത്യാവശ്യം നല്ല ഓട്ടമുള്ളൊരു ദിവസമാണ്. ഒരു കാര്യം ചെയ്യാം, ഈ പാട്ടുകൾ ഇങ്ങനെ പാടി കിട്ടുന്ന പൈസ എന്ത് ചെയ്യും? ഈ പാട്ട് ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തൃശ്ശൂർ ജില്ലയുടെ നാനാദിക്കിലും പാടി കിട്ടുന്ന സമ്പാദ്യം അത് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് വേണ്ടപ്പെട്ട അധികാരികളിൽ ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ എത്തിക്കും. അപ്പൊ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ? തുടങ്ങി, രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഇത്. അതെ അല്ലേ? അപ്പൊ ഇത് കാലിയാണ്, ഇപ്പൊ ഇതൊന്നും അറിയണം. ഒരു കാര്യം ചെയ്തോ, നമുക്ക് നിങ്ങൾ ഈ കരോക്കെ കിട്ടിട്ടല്ലേ പാടുക? അതെ അതെ അതെ. പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ വേറൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? അതികൂടെ ഫസ്റ്റ് ജോബി ചേട്ടൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതികൂടെയാണ് എനിക്ക് ഫ്ലവേഴ്സ് ചാനലിൽ കോമഡി ഉത്സവം പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ പറ്റി. അവിടെ നല്ല കമന്റ് ഒക്കെ കിട്ടി, നന്നായി പാടാൻ പറ്റി. കണ്ണിന് കാഴ്ച ഒട്ടുമില്ല അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, വന്ന സ്ഥിതിക്ക് എനിക്കൊരു ഏതെങ്കിലും രണ്ട് പാട്ടിന്റെ 2 വരി വീതം പാടിത്തരുമോ? ഓക്കെ, പാടിത്തരാലോ. എന്നാ ആയിക്കോട്ടെ. അതെ, ബാബുവേട്ടൻ ഇവിടെ ഉണ്ട് കൂടെ. ഓട്ടോറിക്ഷയിൽ നിങ്ങൾ എങ്ങനെയാ പറഞ്ഞത്? ഓട്ടോറിക്ഷയാ? അപ്പൊ ആളെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരും. അതെ അല്ലേ? ഇത് വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്കായി ഒരു ചെറിയ കലാകാരന്റെ കൈത്താങ്ങ് മണികണ്ഠൻ. സന്തോഷമുണ്ട് ചേട്ടാ, നല്ലൊരു കാര്യമാണിത്. അപ്പോൾ എനിക്ക് 2 വരി ഇത് പാടി പാടിത്തരാം. ഏതാ പാടുക? ഞാൻ ആദ്യം ഒരു ഭക്തിഗാനം പാടാം. എന്നാ ആയിക്കോട്ടെ, അതൊരു 4 വരി പാട് കേട്ടാ. ഭക്തിഗാനം അത് യേശുദാവന്റെ പാട്ടായിക്കോട്ടെ. മൈക്ക് വേണ്ട, ഈ മൈക്ക് കൂടി ഉണ്ട്. നമ്മൾ കൊണ്ടു നടക്കുമ്പോഴേക്കേ എന്താ പറയാ, നമ്മുടെ ആയുധം എന്ന് പറഞ്ഞത് അതെന്തായാലും ബാഗിൽ ഉണ്ടാവും മൈക്ക്. അന്ന് പാടിക്കോ. അപ്പൊ ഞാൻ പാടിത്തരാം. ഇത് വേണ്ട ചേട്ടാ, ഒരു മിനിറ്റ്. നീ പാടിത്തരാം. ആയിക്കോട്ടെ, ശരി. അപ്പൊ ഞാൻ പാടിത്തരാം. യേശുദാവന്റെ ഒരു ഗാനാണ്. യേശുദാവൻ പറഞ്ഞിട്ടുള്ളത്, നിന്റെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നീ മറ്റുള്ളവനെ സഹായിക്കുക എന്നാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഉദ്ദേശം. നാട്ടിലുള്ളവരെ സഹായിക്കുക. അപ്പൊ പാടാൻ പോണ കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ, വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ.
ഓക്കെ ഓക്കെ, നന്നായി കേട്ടോ, സന്തോഷമായിട്ട്. ഇനി ഒരു സിനിമ പാട്ട് ഏതെനിക്ക് അവരും കൂടി പാടിത്തരാ? പാടിത്തരോ ചേട്ടാ? ഒന്ന് പാടിക്കോ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്തവന ഗായകൻ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്തവന ഗായകൻ. ഏഴു നിറങ്ങളിൽ നിൻ ചിത്രങ്ങൾ, ഏഴു സ്വരങ്ങളിൽ എൻ ഗാനങ്ങൾ. ഏഴു നിറങ്ങളിൽ നിൻ ചിത്രങ്ങൾ, ഏഴു സ്വരങ്ങളിൽ എൻ ഗാനങ്ങൾ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്തവന ഗായകൻ. സന്തോഷമായിട്ടുണ്ട് ചേട്ടാ. വളരെ സന്തോഷമുണ്ട്. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ആവണം. കാരണം നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യാന്നുള്ളതാണ് അല്ലേ? അതെ അതെ. കാരണം മുറ്റവരും ഉടവരും പോയ ആളുകളൊക്കെ ഒരുപാട് എന്താ പറയാ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നമ്മളെയൊക്കെ എന്താ പറയാ, ഇത് ഒരു പാടാവട്ടെ എല്ലാവർക്കും അല്ലേ? അതാണ് അതാണ്, ഇതിലേക്ക് എല്ലാവരും വരണം. എന്തായാലും ഒരു കാര്യം ചെയ്യും, വന്ന വഴിക്ക് കുറെ നാളെ എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് കൂടി ഒന്ന് പാടി തരുമോ? പാടിത്തരാം. പാട്. മറന്നു പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. മറന്നു പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു. വെറുതെ മറന്നു പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. എല്ലാം മറക്കാനായിട്ടുള്ള കഴിവ് ദൈവം കൊടുക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഇന്ന് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ദൈവത്തോടൊന്നും ചോദിക്കാൻ പറ്റില്ല, ദൈവം എന്താ നമ്മളോട് ഇങ്ങനെ ചെയ്തേന്ന് അല്ലേ? എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ മണികണ്ഠനെ പോലുള്ള ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ ഓടിയിട്ടുള്ള കാശ് ആദ്യമായിട്ട് ഇതിലിട്ടുണ്ട്. എത്ര ഉണ്ടെന്നൊന്നും നോക്കണ്ട, അത് എൻ്റെ വക അങ്ങോട്ട് കൊടുക്കുക. അതിലുപരി ഞാനും മുന്നും എന്താ പറയുക, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മുന്നേ ഞാൻ പൈസ അയച്ചിട്ടുള്ളതാണ്. അപ്പോൾ വണ്ടി അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്ന മണികണ്ഠനെ പരിചയപ്പെടാൻ പറ്റിയത്. വളരെ സന്തോഷമുണ്ട് ചേട്ടാ, അവർക്ക് ഇവിടെ കാണാൻ പറ്റില്ല, എനിക്ക് സന്തോഷമുണ്ട്. മണികണ്ഠൻ നല്ലൊരു ഗായകനാണ്. അപ്പോൾ എന്താ പറയുക, നന്നായി പാട്ടൊക്കെ പഠിച്ച പോലെ പല കാര്യങ്ങളും മണികണ്ഠൻ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മണികണ്ഠനോട് സപ്പോർട്ട് ചേർന്നുകൊണ്ട് നിൽക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം. എൻ്റെ ഒരു കാര്യം, രണ്ടുപേരും പാട്ട് ഏതെങ്കിലും ഒന്ന് പാടി തന്നെ. ഒരു പാട്ട് കൊണ്ട് പാടിത്തരാം. നമ്മുടെ മണിച്ചേണ്ട നമുക്ക് മറക്കാൻ പറ്റില്ല. മണിച്ചേണ്ട പാട്ട് പാടിക്കാം. ഒരു പാട്ട് പാടാം. ഇങ്ങോട്ട് തിരിഞ്ഞു. മണിച്ചേണ്ട ഒരു പാട്ട് പാടാം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള വിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ, പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പെടക്കണ മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള വിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ, പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പെടക്കണ മീനാണ്. മതി കേട്ടാ. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. കാരണം മണികണ്ഠനെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പാട്ടോ വല്ല പ്രോഗ്രാമുകളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാനുള്ള നമ്പർ കൊടുക്കാം. ഇവർക്കൊരു ടീമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്കൊരു ടീമുണ്ട്, മഹിമ ഓർക്കസ്ട്ര. മഹിമ ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു ടീമൊക്കെ ഉണ്ട്. അതെ അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് ഭംഗിയായിട്ട് അവിടെ എത്തട്ടെ, ഇനിയും കുറെ കൊടുക്കാൻ പറ്റട്ടെ. അപ്പൊ ഞാൻ ഇനി എന്റെ ഓട്ടോയായിട്ട് പോയി കുറച്ചും കൂടി ഓടട്ടെ കേട്ടാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു.